സഖാക്കൾ ആരാണ്, സുഡാപ്പികൾ ആരാണ്, ജിഹാദികൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവർക്കൊക്കെ ഒരേ സ്വരങ്ങൾ, ഒരേ സ്വരാണ് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ. ജിഹാദികളുടെ ഒരു സ്വഭാവം തന്നെ. ഇപ്പൊ ദിവ്യ എസ് അയ്യറിന്റെ പൊങ്കാല ഞാൻ അതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അവരെ സംഖ്യയാക്കി മാറ്റി. അവര് പറയുമ്പോ അവരുടെ ഭർത്താവ് കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു IAS ഓഫീസറോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവര് ഹജ്ജിന് പോവുകയാണെങ്കിൽ അതിനെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച്, പിന്നെ അത് ഭയങ്കര ഒരു സംഭവമാക്കി അതിന്റെ അടിയിൽ മാഷാ അല്ലാഹ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും അതിനെ വളരെയധികം എന്താ പറയാ വിഷ് ചെയ്യണത്. ഇവര് ഇത് ചെയ്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ ഒരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ തന്നെ പറയണം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു 90% ഹിന്ദു സമുദായം തന്നെയാണ്. ഈ 90% ഹിന്ദു സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് സത്യത്തിൽ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശത്രു എന്നാണ് ഞാൻ പറയണത്. മറ്റുള്ളവര് സത്യത്തില് കേരളത്തില് ജിഹാദികളോ അല്ലെങ്കിൽ മറ്റ് മതപരിവർത്തന ടീമുകളൊന്നുമല്ല, ഈ പറഞ്ഞ പെന്തക്കോസ് ടീമുകളൊന്നുമല്ല ഈ പറഞ്ഞ ഹിന്ദു വിശ്വാസത്തിന്റെ, എല്ലാവരും വിശ്വാസമാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ സനാതനധർമ്മ വിശ്വാസമാണെന്നുണ്ടെങ്കിലും, അതുപോലെ ഇസ്ലാം വിശ്വാസം, ക്രിസ്ത്യൻ വിശ്വാസം, ജൂത വിശ്വാസം, കമ്മ്യൂണിസ്റ്റ് വിശ്വാസം, നക്സൽ വിശ്വാസം, ഇതൊക്കെ ഓരോ വിശ്വാസമാണല്ലോ. ഇതൊക്കെ ഓരോ തിയറികളാണ്. ചിലതൊക്കെ അപ്ലിക്കബിൾ ആവും, ചിലതൊന്നും അപ്ലിക്കബിൾ ആവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഈ വിശ്വാസങ്ങളൊക്കെ എല്ലാതും ഉത്തമമാണ്. ഈ കേരളത്തില് ഈ പറഞ്ഞ ഹൈന്ദവ വിശ്വാസം ഒഴിക്കുക. ഹൈന്ദവ വിശ്വാസത്തിൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വളരെയധികം മോശമായിട്ട് പറയാം. ഞാൻ പറയണത് അതാണ്. ഈ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവര് ഒരു ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവരിലെ പല ആൾക്കാരും നാളെ അവർക്ക് അതിന്റെ എന്താ പറയാ അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് മാറും. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പൊ നമ്മളിന്ന് BJPക്ക് നല്ല സ്ട്രോങ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പഴയ കോൺഗ്രസ്സുകാരാണ് അവര് ഇന്ന് BJP ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കേരളത്തില് ഞാൻ കണ്ടെടുത്തോളം ഹിന്ദു സമുദായത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളും ആണെന്ന് ഞാൻ പറയുന്നില്ല, ജിഹാദികളല്ല, അതുപോലെ തന്നെ പെന്തക്കോസും അല്ല, കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളാണ്. അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോ അവര് രഹസ്യമായിട്ട് ഈ കോഴിവെട്ടും, അതുപോലെ തലയിൽ മുണ്ടിട്ട് അറബികളെ പോലെ പളനിയിലും അതുപോലെ എല്ലാ അമ്പലങ്ങളിലും പോകും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ എല്ലാം ചെയ്യും. പക്ഷെ അവര് സത്യത്തിൽ വെറും വൃത്തികെട്ടവന്മാരാണ്. കാരണം അവര് സ്വാർത്ഥന്മാരാണ്. അവർക്ക് വേണ്ട രീതിയിൽ അവര് വിജയിക്കണം. അവര് ഇതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഈ പറഞ്ഞ ജിഹാദികൾ കൂട്ടിക്കൊടുക്കണ പെണ്ണും കാശും ഒക്കെ വാങ്ങും. ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകൻ ഇതുപോലെ തന്നെ ഇത്തരം പെണ്ണ് കൂട്ടിക്കൊടുക്കലിന്റെ ഒരു രീതിയിലാണ് ഇങ്ങനെ ബീഹാറിലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഡാൻസ്, ഒരു ബാർഗേളുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാലോ. അത്തരത്തില് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളൊക്കെ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായ് ഒക്കെ ഇടക്കിടക്ക് സന്ദർശിക്കാൻ പോണതിന്റെ ഒരു കാര്യം ഇത് തന്നെയാണ്. ഇവർക്ക് ജിഹാദികളായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ അതിനെ ജിഹാദികൾ എന്നാ പറയാറ്. ഈ ജിഹാദികളുടെ പെണ്ണും മദ്യം ഇവർക്ക് വേണം. അതുപോലെ തന്നെ ഇവര് ഹിന്ദു മതം അല്ലെങ്കിൽ ഈ ആചാരത്തിൽ നിന്ന് ഇവര് വിട്ടുപുറത്താണല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അയാൾ ഇപ്പൊ ഈ കോടിയേരി ബാലകൃഷ്ണൻ, അയാൾ മരിച്ചുപോയി. അയാളുടെ ഭാര്യ വിശ്വാസിയായിരുന്നു, വിനോദിനി ബാലകൃഷ്ണൻ. ഇവര് കണ്ണൂർ അണ്ടലൂർക്കാവിൽ വന്നിട്ട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു ശത്രു സംഹാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവര് രഹസ്യമാണ്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഇത് നശിച്ചു പോവുകയാണ്, അത്ര ചിന്താഗതിയൊന്നുമില്ല. ഞാൻ ജീവനുള്ളിടത്തോളം കാലം വരെ എന്റെ ജീവിതത്തിനും എന്റെ സുഖത്തിനും വേണ്ടി ഇത് ഉപയോഗിക്കും. എന്റെ ജീവനും സുഖത്തിനും എന്റെ ലൈംഗികതക്കും എന്റെ ഇതുപോലെ തന്നെ ഉപഭോഗ സംസ്കാരത്തിനും വേണ്ടി ഞാൻ എന്തും ഉപയോഗിക്കും. പക്ഷെ എന്റെ സംസാരമൊക്കെ വേറെ ആയിരിക്കും, എന്റെ പ്രവർത്തനങ്ങൾ വേറെ ആയിരിക്കും. ഇത്തരത്തിലാണ് ഇവരെ മറ്റേ നിലപാടുകൾ. ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ CPM ലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം.
ഇതുപോലെ ഇവര് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഈ ജയിക്കാണെങ്കിലും ആരാണെന്നില്ല, ഞാൻ ജയിക്കാൻ നിൽക്കുന്നില്ല, അവനൊക്കെ ഞാൻ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ പറയാം. അവര് ഭയങ്കര ആശയം തന്നെ പറയും. ഇപ്പൊ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് യുഎസിനെതിരെ ക്യാപിറ്റലിസം പാടില്ല, നമ്മള് കാർൽ മാർക്സ് പറഞ്ഞതുപോലെ കൊമഡിറ്റി ഫെറ്റിഷിസം എന്ന് പറഞ്ഞ സമ്പ്രദായം നമ്മൾ പാടില്ല, അങ്ങനെ ആകുമ്പോ നമ്മളൊക്കെ ഈ പറഞ്ഞ ഉപഭോഗ സംസ്കാരത്തിൽ പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പ്രസംഗിക്കുന്ന ആള് ഐഫോൺ അല്ലെങ്കിൽ ഐഫോണിന്റെ ഏറ്റവും പുതിയ വേർഷൻ ആയിരിക്കും കയ്യിൽ വെച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇത് പ്രസംഗിച്ച ആള് ആ പ്രസംഗം കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ പോണത് ചികിത്സിക്കാൻ ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് യുഎസിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഹിന്ദു ആചാരങ്ങൾ അനാചാരങ്ങളാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവന്റെ ഭാര്യയോ പെൺമക്കൾ ആരെങ്കിലും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എവിടേക്ക്, ഈ മറ്റേ പളനിയിലേക്കോ അല്ലെങ്കിൽ തിരുപ്പതിയിലേക്കോ എവിടെയിലേക്കോ പോയിട്ട്. അപ്പൊ ഇവൻ പറയണതൊന്ന് പ്രവർത്തിക്കണമെന്ന്, ഇവന്റെ പ്രവർത്തനം മൂലം എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇത്ര ചിന്തയേ ഉള്ളൂ. ഇവന്റെ ഇത് മറ്റേ ഈ വിശ്വാസങ്ങൾ നിലനിൽക്കണം എന്നൊന്നുമില്ല, ഇവന്റെ കുടുംബത്തിനെ സേഫ് ആക്കണം, അത്രയൊക്കെയുള്ള ചിന്താഗതിയേ ഉള്ളൂ. പക്ഷെ ഇവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ, ഇവൻ ഇവന്റെ പരമ്പരനെ തന്നെ വഞ്ചിക്കുകയാണ്. ഇവനത്തരം ഇതൊന്നുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ അവർക്ക് അവരുടെ കാര്യം നടക്കണം. അവർക്ക് ഈ പറഞ്ഞ ഈ മതം എന്നല്ല, ഈ ഒരു സംസ്കാരത്തിനോട് അത്ര വലിയ കൂറൊന്നുമില്ല. അവര് അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, അപ്പൊ അവര് GCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജിഹാദികൾ അങ്ങ് പൊക്കി പറയും, മുഹമ്മദ് നബി ഭയങ്കരമാണ്, നല്ല മനുഷ്യനാണ്, ലോകത്ത് കാറൽ മാക്സ് വരുന്നതിന്റെ മുന്നേ തൊഴിലാളികൾക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ എങ്ങനെയൊക്കെ പറയും. നേരെ മറിച്ച് ഇവർ ഇതേപോലെ തന്നെ മറ്റേ ഈ പറഞ്ഞ തിരുപ്പതി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമാണ്. ഇവരാണ് ശരിക്കും ഓന്ത് എന്ന് പറയുന്നത്. ഈ ഓന്തിനെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കും. കാരണം ഇവരെ അടുപ്പിക്കാൻ കഴിയില്ല, കാരണം ഇവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ഈ വർഗത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. സൂക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാർ, ഇവരെ അടുപ്പിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇവര് ഈ പറയുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇതിന്റെ ഉള്ളിലൊരു കാര്യം, ഇവരെ SDPIയുടെയും സംസാരം ഏകദേശം ഒരേപോലെ ആയി മാറിയിട്ടുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു SDPIയുടെ ഒരു നരേഷൻ, അല്ലെങ്കിൽ അവർ എഴുതുന്ന ഒരു, ഇപ്പൊ SDPIയുടെ ആൾക്കാർ നിങ്ങൾ യൂട്യൂബിൽ അവരെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടാൽ മതി. അവരുടെ ഒരു ശൈലിയുണ്ട്. ഈ പള്ളി ആക്രമിച്ചു, അങ്ങനെ ജംഷഡ്പൂർ, മറ്റേ അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഇവർ പറയും, ഗുജറാത്ത് എന്നൊക്കെ ഇടക്ക് പറയും. ഇവരുടെ ആ ഒരു അതേ വേർഡ്സ് സെയിം സാധനമാണ് ഇന്ന് പുതിയതായിട്ട് കമ്മ്യൂണിസത്തിലേക്ക് വന്ന ആൾക്കാർ ഇവർ പ്രസംഗിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് സെയിം ശൈലി തന്നെയാണ്. ആ ഒരു ഫ്ലോ ഓഫ് വേർഡ്സ് ഒക്കെ സെയിം ആണ് ഇവരെ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് SDPIയുടെ ഒരു ബി ടീമാണെന്ന് ഈ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം അതിലുള്ള പഴയ നേതാക്കളൊന്നുമില്ല. ഞാനിതൊരു മതപരമായി പറയില്ല. ഇപ്പോ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അയാളൊക്കെ അത്തരം മതത്തിനോടൊന്നും ബന്ധപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഇന്നുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഇതുപോലെ മറ്റേ എന്താ പറയാ, ഈ ചളി തേച്ച പോലെ നിസ്കാരത്തായമ്പുള്ള അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഭയങ്കര നിസ്കാരത്തായമ്പൊക്കെ ആയിട്ട്. ഇപ്പൊ ഇവൻ നിങ്ങൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നു കേട്ട ഞാൻ തന്നെ വിചാരിക്കും, ഇത് അടിയിൽ എഴുതി ഇവന്റെ പേര് എഴുതി കാട്ടി ഞാനൊരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, ഇവൻ ഏതാ പാർട്ടി നോക്കാൻ. ഞാൻ എന്നിട്ട് അതിശയപ്പെട്ടു പോകും. എന്ത് ധൈര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ നിസ്കാരത്തായമ്പുള്ള ആൾക്കാരൊക്കെ ഈ ചാനൽ ചർച്ചയൊക്കെ പറഞ്ഞേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്തരത്തിലൊരു ഒരു ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കുറി തൊട്ടിട്ട് വരാനുള്ള ഈ നിസ്കാരത്തായമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഐഡന്റിറ്റി തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഒരു കുറി തൊടുക എന്ന് പറഞ്ഞാൽ അതൊരു ഐഡന്റിറ്റിയാണ്. ഒരു ചാനൽ ചർച്ചയിൽ വരുന്ന ഒരു കുറി തൊട്ടുള്ള ഒരു ഹിന്ദുവിന് വരാൻ കഴിയുമോ? വരാൻ കഴിയില്ല. അതാണ് ഈ സാധനം കംപ്ലീറ്റ്ലി SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബി ടീമാണ് ഇന്നത്തെ CPIM. ഈ പുതിയതായിട്ട് അത് ഏകദേശം ഒരു 30% ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഈ CPIMലുള്ള ഹിന്ദു സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കും ഇവർക്ക്. ഈ ജിഹാദികൾക്ക് എന്തും ചെയ്തു കൊടുക്കും. അത്തരത്തിലായി മാറി ഇവരെന്താ ചെയ്യണമെന്ന് സത്യത്തിൽ ഇവർക്ക് അറിയില്ല. പിന്നെ ഈ യഥാർത്ഥ CPM ഇത്തരത്തിലല്ലായിരുന്നു. അവര് വേറൊരു കാഴ്ചപ്പാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു കാഴ്ചപ്പാടാണ്. അവര് നക്സൽവാദികൾ, നക്സലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ മാവോയിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവര് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അംഗീകരിക്കാത്ത ആൾക്കാർ. കാരണം അവർക്ക് ഒരു ഗ്ലോബൽ വിഷനാണ്, ഇന്റർനാഷണൽ വിഷനാണ്. അവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം വരണം, ക്ലാസ്ലെസ് രാജ്യം വരണം, മതങ്ങളെ ഒഴിവാക്കണം, പിന്നെ ഒക്കെ അതൊരു ഒരു യൂട്ടോപ്യൻ സിസ്റ്റം ആണ് അവരത്. അത് ഇന്നത്തെ ഈ CPM അല്ല. ഇവിടെ വന്ന് നമ്മളോട് ഈ പറയുന്നത്, സംസാരിക്കണ, കമന്റ് ഇടുന്നൊക്കെ അതൊക്കെ ഒരു ഈ ജിഹാദികൾ കയറിയിട്ട് എഡിറ്റ് ചെയ്ത ഒരു കമ്മ്യൂണിസമാണ് അത്. അതിനൊരിക്കലും നമ്മൾ താത്വികമായിട്ടോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ട് അതിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അവരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്, പുറത്തൊക്കെ പോയാൽ പറയും നിങ്ങളെ നല്ല നല്ല പേരായിരുന്നു കേരളത്തിന്, പക്ഷെ ഇന്ന് നിങ്ങളെ സംസ്ഥാനത്തിന് വളരെ മോശം പേരാണ്.
അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അവർ പറയും ശങ്കരാചാര്യരുടെ നാടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാളികേരം, നിങ്ങൾക്ക് അറിയാലോ ഈ അമ്പലങ്ങളിലൊക്കെ നാളികേരത്തിനുള്ള പ്രസക്തി അറിയാം. എല്ലാ നോർത്ത് ഇന്ത്യയിലാണ് എവിടെയാണെങ്കിലും എല്ലാ അമ്പലങ്ങളിലും നാളികേരം ഉപയോഗിക്കും പല കർമ്മങ്ങൾക്കും. അപ്പൊ എല്ലാരും പറയുന്നത് ഒരുപാട് നാളികേരം വളരുന്ന ഒരു നാടാണ്, ഒരുപാട് സാക്ഷരത ഉള്ള നാടാണ്, പഴയ കാലം മുതൽ. പിന്നെ അതുപോലെ തന്നെ പരശുരാമന്റെ നാടാണ്. ഇങ്ങനെ ഓരോ ഒരു ഒരു പുണ്യ ഭൂമി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുണ്യ നാട്, അല്ലെങ്കിൽ ഒരു സംസ്കാരം, ഒരു ഉപസംസ്കാരം, ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഉപസംസ്കാരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു മുഖം മാറാനുള്ള ഒരു കാരണം എന്താ? ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാര്, അതവിടെ നിൽക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാര് എന്ന് പറയുമ്പോൾ അവര് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ ചൈനയിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പൊ നമുക്ക് അവര് അവിടെ നിൽക്കട്ടെ, അവരൊരു പാർട്ടിയാണെന്ന് കരുതാം. പക്ഷെ ഇന്നത്തെ ഈ കമ്മ്യൂണിസം ആണോ? ഇതല്ല അത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തോറ്റുപോയ ഒരു ആശയമാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസമാണ്. ജിഹാദികൾ അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ നേതാക്കളുടെ ഈ നേതാക്കളുടെ അല്ല കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. ശരിക്ക് നേതാക്കളുടെ മക്കളെയാണ് ഇവർ ശരിക്കും ഉപയോഗിക്കുന്നത്. നേതാക്കളെ, ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളെ കൊണ്ട് ഇവർ ഈ പറഞ്ഞ ദുബായ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, എനിക്ക് തോന്നുന്നത് ഇവരുടെ പല ഹണി ട്രാപ്പോ, അതുപോലെ തന്നെ നഗ്ന ചിത്രങ്ങളോ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകളോ, അതുപോലെ തന്നെ ഇത്തരം കാശിന്റെ ഇടപാടുകളൊക്കെ ഈ ജിഹാദികളുടെ കയ്യിൽ ഉണ്ടായിട്ട് അതൊരു ബ്ലാക്ക് മെയിലിംഗ് പോലെ അവർ വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. ഈ നേതാക്കന്മാരെ മക്കളൊക്കെ നമുക്കറിയാം. ഇവിടുത്തെ പ്രഗത്ഭനായ മരിച്ചുപോയ ഒരു നേതാവിന്റെ മോനൊക്കെ ഇടക്കിടക്ക് ദുബായിൽ പോണതും കുറച്ച് ഖലീഫയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ പല ആൾക്കാരും. അപ്പൊ ഇതാണ് ഇന്ന് ഈ CPM-നെ നമുക്ക് ഐഡിയോളജിക്കലി വിമർശിക്കേണ്ട ഒരു കാര്യമല്ല. CPM എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അവർ ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിക്കണില്ല. അവരൊരു ഗ്ലോബലിസത്തിലാണ് വിശ്വസിക്കുന്നത്. ആ ഗ്ലോബലിസം എന്ന് പറഞ്ഞാൽ ക്ലാസ്ലെസ് സൊസൈറ്റി, ഇതൊക്കെ വളരെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിലേക്ക് നമ്മൾ പോകണ്ട. അതല്ല ഇന്ന് ഇവിടെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയണത്. ഇവര് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ പക്ക ഒരു ജിഹാദി പറയാൻ, അല്ലെങ്കിൽ ഒരു SDPI കാരൻ, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ, സലഫിക്കാരൻ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, മുസ്ലിം ലീഗുകാരൻ, ഇവരൊക്കെ പറയാൻ ആഗ്രഹിക്കണത് തന്നെയാണ് ഇയാളും പറയണത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവരിപ്പോ എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് വേണ്ടത് ഇവരെ കൊടിയൊന്ന് മാറ്റിയിട്ട് അരിവാൾ ചുറ്റികയുടെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ആ ചുറ്റികയുടെ മറ്റേ ചുറ്റികല്ല, ആ അരിവാളും നക്ഷത്രം ഉണ്ടല്ലോ, അതിന്റെ അരിവാളിന്റെ പിടി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് രാഗി കൊടുത്തു കഴിഞ്ഞാൽ അത് ചന്ദ്രനായി മാറും. അപ്പൊ ഏകദേശം തുർക്കിയുടെ പോലുള്ള ഒരു കൊടിയായി മാറും, ഫ്ലാഗായി മാറും. അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ പറയേണ്ട വലിയ ആവശ്യമൊന്നും വരില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രേ എനിക്ക് പറയാം.